ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഒരു തവണ ചോദിച്ചു നിർത്തരുത്. ചോദിച്ചുകൊണ്ടേയിരിക്കുക, മുട്ടിക്കൊണ്ടേയിരിക്കുക, അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ എൻ്റെ ചോദ്യം, നിങ്ങളൊരു വാതിലിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എത്ര തവണ മുട്ടണം? പറയൂ. ആ വാതിലിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ എത്ര തവണ മുട്ടണം? തുറക്കുന്നത് വരെ മുട്ടണം. ഇനി അങ്ങനെയാണെങ്കിൽ ചോദിക്കുകയാണ്, നിങ്ങൾ ചോദിക്കുകയാണ്, ഒരു കാര്യം ചോദിക്കുകയാണ്, എത്ര തവണ ചോദിക്കണം? കിട്ടുന്നത് വരെ ചോദിക്കണം. നിങ്ങൾ അന്വേഷിക്കുകയാണ്, എവിടം വരെ, എത്രടം വരെ അന്വേഷിക്കണം? കണ്ടെത്തുന്നത് വരെ അന്വേഷിക്കണം. കീപ്പ് ഓൺ. അപ്പൊ അതുകൊണ്ട് ഇത് മറന്നു പോകരുത്. ഒരു ബന്ധക്കുസ്ത കഴിയുമ്പോൾ മടുക്കരുത്. ചോദിച്ചുകൊണ്ടേയിരിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം, അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. എന്തെന്നറിയാമോ? ഏറ്റവും നല്ല ദാനങ്ങൾ ഏറ്റവും ദാഹത്തോടെ ചോദിക്കുമ്പോഴേ കിട്ടൂ, ചുമ്മാ കിട്ടില്ല. മനസ്സിലായില്ലേ? ഇതൊന്ന് കേട്ടെ. അതായത് ജീസസ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ്. എന്താ ഞാൻ പറഞ്ഞേ? ജീസസ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ്. യേശു ഒരു സൗജന്യ ദാനമാണ്. മനസ്സിലായോ? പക്ഷെ ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് എ ഫ്രീ ഗിഫ്റ്റ്. ഹോളി സ്പിരിറ്റ് ഈസ് റിയലി കോസ്റ്റ്ലി. യേശു ഒരു സൗജന്യ ദാനമാണ്. മനസ്സിലായോ? യേശു, നിങ്ങൾ യേശുവേ എന്ന് വിളിച്ചാൽ മതി, കർത്താവ് വരും. കർത്താവ് പറഞ്ഞു, ഞാൻ വാതൊക്കെ വെളി നിൽക്കുകയാണ്, ഞാൻ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളൊന്ന് തുറന്നതാ. പരിശുദ്ധാത്മാവ് അങ്ങനല്ല. പരിശുദ്ധാത്മാവിനെ നമ്മൾ അടയിരുന്ന് ചോദിക്കണം. മനസ്സിലാകുന്നുണ്ട്? രണ്ടാമത്തെ സ്റ്റേജാണ്. ആദ്യത്തെ സ്റ്റേജ് കർത്താവ്, ഈശോ, ഫ്രീ ഗിഫ്റ്റ്. പക്ഷെ സഹായകൻ, നിങ്ങൾ ചോദിക്കണം, കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം, ദാഹിക്കണം, അന്വേഷിക്കണം, മുട്ടണം, മടുക്കണം, കരയണം, നിലവിളിക്കണം, മുട്ടേ നിൽക്കണം. മനസ്സിലായോ? പക്ഷെ എന്തുകൊണ്ടെന്നറിയോ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനപ്പുറത്തൊന്ന് കിട്ടാനില്ല എന്നതുകൊണ്ടാണ് ഇത് കിട്ടാൻ ഒരുപാട് മുട്ടണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇതിനപ്പുറത്തൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് ദൈവത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യന്റെ മേൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളെ തോപ്പിക്കാൻ പറ്റില്ല, തളർത്താൻ പറ്റില്ല, മടുപ്പിക്കാൻ പറ്റില്ല, പരാജയപ്പെടുത്താൻ പറ്റില്ല, ക്ഷീണിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, നാടൻ ഭാഷ, ഒരു കുന്തവും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? കാരണം എന്താണ്? അയാളുടെ അകത്തിരിക്കുന്നത് ആറ്റം ബോംബാണ്, ഡൈനാമിറ്റ്. ആ വാക്ക ഉപയോഗിച്ചിരിക്കുന്നത് ഡൈനാമിറ്റ്. പവർ, പവർ, പവർ ഇൻസൈഡ്. ഹല്ലേലൂയ. പവർ ഇൻസൈഡ്. അകത്ത് പവറാണ്. ആ പവർ അകത്തിരിക്കുന്നവന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചെറിയ ബീഡിപ്പടക്കം, ഓലപ്പടക്കം കണ്ട് പേടിച്ചിരിക്കുക നമ്മള്. മനസ്സിലായി? എവിടെ കണ്ട് ഒരു തീപ്പെട്ടി ഉരച്ചപ്പോ നമ്മൾ പേടിച്ചൊളിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഭയപ്പെടില്ല. കാരണം എന്താ? ദൈവത്തിന്റെ ആത്മാവിന്റെ പവർ